ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഒരു അടിപൊളി ഡിഷുമായിട്ടാണ്. ടിൻ ഫിഷ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു പത്തിരി തയ്യാറാക്കിയെടുക്കാം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അതിനു മുമ്പായിട്ട് ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ പത്തിരിക്ക് ആവശ്യമുള്ള ചേരുവകൾ എന്തെല്ലാമെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 3 പീസ് ഓണിയൻ, അതേപോലെ ഒരു ക്യാരറ്റ്, ഒരു ടൊമാറ്റോ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 അല്ലി ഗാർലിക്, ഒരു 4 പീസ് പച്ചമുളക്. അപ്പോൾ ടിന്ന് ഫിഷ് ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ടൂണ എന്നാണ് പറയുക. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് മൈദയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലുള്ള മൈദ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ ടിൻ ഫിഷ് പത്തിരിക്കുള്ള കൂട്ടുകളെല്ലാം റെഡിയാണ്. അപ്പോൾ ഇനി അത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എണ്ണ ഒഴിച്ച് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് ചൂടായതിന് ശേഷം നമുക്കതിൽ ഓരോ ചേരുവകൾ ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഗാർലിക് ചേർത്ത് കൊടുക്കാം. ഗാർലിക് ഒന്ന് റെഡി ആയി വരുമ്പോൾ ജിഞ്ചർ ചേർത്ത് കൊടുക്കാം. പച്ചമുളക്, ഓണിയൻ ചേർത്ത്, സാൾട്ട് അതിലുണ്ട്. അധികം കുക്കാവേണ്ട ആവശ്യമില്ല. ഒന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓണിയൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാല ചേർക്കാം. ഗരം മസാല, ബ്ലാക്ക് പെപ്പർ, എരിവിന് വേണ്ടി പെപ്പറാണ് കൊടുക്കുന്നത്. മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം, ഞാനത് ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടി, പിന്നെ വേണമെങ്കിൽ വലിയ ജീരകമെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാൻ അതിൽ ചേർത്തിട്ടില്ല. പക്ഷേ ഓരോരുത്തർ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. അപ്പോൾ നമ്മുടെ ഓണിയന് ക്യാരറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. മസാലകളെല്ലാം ചേർത്തു. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് പൊടിച്ച് ചേർക്കുന്നുണ്ട്. നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചതാണ്. ഇതൊരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് ഈ കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത്.
ഇതാണ് നമ്മുടെ ടിൻ ഫിഷ്. ഇത് 2 ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ സാൾട്ടൊക്കെ ടേസ്റ്റ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ റെഡിയായി. കുറച്ച് റെഡിയായി. ഇത് ഓഫാക്കാം. ഇനി നമുക്ക് മാവ് റെഡിയാക്കി പരത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ പത്തിരിക്കുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഓരോന്ന് പരത്തിയെടുക്കും. പൊടി ചേർക്കേണ്ട, കുറച്ച് എണ്ണ ചേർത്ത് പരത്തിയാൽ മതി. ചെറിയ ബോളാക്കി പറ്റാം. അപ്പോൾ നമ്മളെ പത്തിരിക്കുള്ള പരത്തിയതിൽ എങ്ങനെയാണ് തീ നോക്കിയാൽ നോക്കാം. ഒരു സ്പൂൺ എടുക്കാം. മേലെ വെച്ചിട്ട് 2 സൈഡും അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. കൈ കൊണ്ട് റെഡിയാക്കാം, അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് റെഡിയാക്കണം. അങ്ങനെ റെഡിയാക്കാം. ഒരു സ്പൂൺ കൊണ്ട് അങ്ങനെ റെഡിയാക്കാം. നമ്മുടെ ടിൻ ഫിഷ് പത്തിരി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ്. ഇനി നമുക്ക് അത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ പത്തിരിക്കുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഓരോന്നോരോന്നാണ് എടുക്കുന്നത്. കൊടുത്താൽ പുള്ളി പോകും. സുഹൃത്തുക്കളെ, ഫിഷ് പത്തിരി റെഡിയായി.
നല്ല രസമുണ്ട് കാണാൻ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അതേപോലെ തന്നെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ആളുകളും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.